ഹായ്, സാമുവിന്റെ സ്റ്റേറ്റ്മെന്റിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെ കുറേയധികം പേര് ഈ നിമിഷയെ അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമഫലമായിട്ട് വലിയൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ കുറേയധികം വാർത്തകൾ വന്നിട്ടുണ്ട്. അവരുടെ തന്നെ കുറേയധികം വോയിസുകളും വന്നിട്ടുണ്ട്, വീഡിയോസും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ ഷെയർ ചെയ്ത് വയ്ക്കാം. അതിൻ്റെ മുമ്പേ ഇത് സുഭാഷ് ചന്ദ്രൻ KR, അതായത് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റായ സുഭാഷ് ചന്ദ്രൻ KR എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അതൊന്ന് വായിക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾക്കായി 5 വർഷമായി ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ നിയമ പോരാട്ടങ്ങളും നയതന്ത്ര ഇടപെടലുകളും ഉൾപ്പെടെ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ കേസിന്റെ കാര്യത്തിൽ ഇന്ന് വരെ യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ആദരണീയനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ് 5 വർഷത്തെ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ആശ്വാസകരമായ നേട്ടമുണ്ടാകുന്നത്. ഇരയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്താനും മധ്യസ്ഥ നീക്കങ്ങൾ ഉണ്ടാക്കാനും താൽക്കാലികമായി വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കാനും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ സാധിച്ചത് നിമിഷയുടെ കേസിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. പക്ഷേ നിമിഷയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു സമയമായിരുന്നിട്ടും അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വധശിക്ഷ നീട്ടിവെച്ച ശേഷവും ദിയാമണിയുടെ കാര്യത്തിൽ മറ്റു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി സംഘം ഇരയുടെ കുടുംബങ്ങളുമായി ദമാറിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചർച്ച സങ്കീർണമാകുന്ന രൂപത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇരയുടെ കുടുംബം ഏറ്റവും ആദരിക്കുന്ന സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ ഇടപെടലുകളെ നിഷേധിച്ചുകൊണ്ടും അവരെ അവഹേളിച്ചുകൊണ്ടും ചില മീഡിയകളിൽ വന്ന ചില റിപ്പോർട്ടുകൾ യമനിൽ പ്രചരിച്ചത് കാരണം മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായ കുടുംബത്തിലെ കാരണവർമാർക്കെതിരെ യുവാക്കൾ പ്രതിഷേധം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അതായത് മുതിർന്നവർ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് എല്ലാം കോംപ്രമൈസായി വെച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ കിടന്നുകൊണ്ട് വായ്ത്താളം അടിച്ച് അതും ഇംഗ്ലീഷിൽ സാമൂഹ്യ കിടന്ന് തുള്ളിയതിന് കുട്ടികൾ എതിർക്കുന്നു എന്നാണ് കേട്ടുവരുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമാണിത്. ചിലരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നിമിഷയുടെ മോചന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് മലയാളികൾക്ക് തന്നെ അപമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സുഖമായി നടന്നിരുന്ന മധ്യസ്ഥ ചർച്ചയ്ക്കാണ് ഇപ്പോൾ പ്രയാസം നേരിടുന്നത്. ദയവ് ചെയ്ത് നിമിഷയുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ക്രെഡിറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങളും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള വാർത്തകളും നടത്തരുതെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് ദൃശ്യത നൽകാതെ മാറ്റി നിർത്താൻ മാധ്യമ സ്ഥാപനങ്ങൾ തയ്യാറാവണം. സോഷ്യൽ മീഡിയയിൽ മറ്റും നടത്തുന്ന അനാവശ്യ ഇടപെടലുകളും സംവാദങ്ങളും ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് മലയാളി സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതായത് എച്ചിലുകളെയും സംഘികളെയും കുറച്ച് ദിവസത്തേക്ക് മീഡിയകളിൽ കൊണ്ടുവച്ച നിമിഷ ചത്തുമലന്നേ വരുവുള്ളെന്ന് ചുരുക്കം. നിമിഷയുടെ കേസിൽ ഇനിയും ഒരുപാട് പുരോഗതികൾ ഉണ്ടാകേണ്ടതുണ്ട്. താൽക്കാലികമായ ശിക്ഷ മാറ്റിവെക്കുന്ന ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിയാമണിയുടെ കാര്യത്തിലും മാപ്പ് നൽകുന്ന കാര്യത്തിലും കുടുംബം ഉറപ്പു നൽകുന്നത് വരെ നമ്മുടെ ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിക്കുന്നില്ല. നമ്മൾ നടത്തുന്ന അനാവശ്യമായ തർക്കങ്ങളുടെ നഷ്ടഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക നിമിഷയാണ്. ദയവ് ചെയ്ത് നിമിഷയുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള തർക്ക വിതർക്കങ്ങൾ എല്ലാവരും ഒഴിവാക്കുക. നിമിഷ മോചിതയായി നാട്ടിലെത്തുന്നത് വരെയെങ്കിലും സംയമനം പാലിക്കണം. 5 വർഷത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്ന ഈ വേളയിൽ ഉസ്താദിന്റെ ശ്രമങ്ങൾക്ക് നാം ഒരുമിച്ച് പിന്തുണ നൽകണമെന്നും മറ്റെല്ലാ അവസരങ്ങളെയും ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം സംയമനം അങ്ങ് വിട്ടാൽ മതി. അതുവരെ നിങ്ങൾ സംയമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PM ജാബിർ ചെയർപേഴ്സൺ, പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ, ജയൻ എടപ്പാൾ ജനറൽ കൺവീനർ, സേവ് നിമിഷ പ്രിയ, ആഷിഖ് മുഹമ്മദ് നാസർ ജോയിന്റ് കൺവീനർ, കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, അത് കേൾക്കാം. അത് ട്രഷററാണ്. അദ്ദേഹം ഈ പണം കൊടുത്തതിനെ പറ്റിയും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സജീവ് കുമാർ, ആസാദ് M, റഫീഖ് റാവുത്തർ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എഴുതിയ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ആ വീഡിയോ ഒന്ന് കേൾക്കാം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വെക്കുന്നതാണ്. കാരണം ഈ പറയുന്ന വൃത്തികെട്ടവൻ അവിടെ പോയി നിന്ന് അവളെ സഹായിച്ചു എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഇവർ ചേർന്ന് സംഘടിപ്പിച്ച മണി അവന് കൈമാറിയിട്ടുണ്ട്. അത് വെച്ച് തന്നെയാണ് അവൻ ഇത്രയും ദിവസം ദൂർത്ത് ആർഭാടായിട്ട് അവിടെ ജീവിച്ചത്. ബാക്കി പൈസയും അവൻ്റെ കയ്യിലുണ്ടാവും. അത് വെച്ച് മുങ്ങാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു, കണ്ടു നോക്കുക. സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അക്കൗണ്ടിൽ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്. എനിക്ക് നിങ്ങളോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്തമില്ല. നിങ്ങളോട് ഞാനൊരു പൈസയും കൈപ്പറ്റിയിട്ടില്ല എന്നിത്യാദിയിലുള്ള വാദങ്ങളാണ് സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്. ആദ്യത്തെ $20,000 കൊടുത്തതിന് ഒരു തീരുമാനവും വരാതെ എന്ത് ചർച്ചയാണ് നടന്നത്? കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കുടുംബം ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ? കുടുംബം നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖുമായി ഇരിക്കുന്നതിന്റെ ജസ്റ്റ് ഏതെങ്കിലും 2 യമനികളെ ഇരുത്തി ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ? എന്നിത്യാദി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരവുണ്ടായില്ല. രണ്ടാമത്തെ ഗഡു പണം അയച്ചു കൊടുത്ത പണം
കിട്ടിയ ആ സെക്കൻഡിൽ, എംബസിയിലേക്ക് പണം ചെന്ന ആ സെക്കൻഡിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ കോർ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഗ്രൂപ്പിൽ നിന്നും സാമുവൽ ജെറോം ലെഫ്റ്റ് അടിച്ചു പോയി. ഈ $40,000 ചെലവഴിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകണം. തീർച്ചയായും സാമുവൽ അറിയാതെ ആ പണത്തിന്റെ കൈമാറ്റമോ വിനിമയമോ നടക്കില്ല. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഞങ്ങളോട് കാണിക്കേണ്ടതല്ലേ? ആ ഇന്ത്യ ഗവൺമെന്റിന്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ ഗവൺമെന്റ് നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, അവരുടെ മേൽ സ്വാധീനമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനുമായി ഈ യുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ള ഇറാനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉരുകിപ്പോയിരിക്കുന്നു. രാജ്യത്തിന്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായതയോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകെട്ടി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്താണ് ഞങ്ങൾ അഭിമന്യനായിട്ടുള്ള ഷെയ്ഖൂന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ അഭയം തരുന്നത്. ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് മർക്കസിൽ നിന്നുള്ള ബന്ധമാണ്. ആ മർക്കസിൽ നിന്ന് അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ മർക്കസിനകത്തുണ്ട്. മർക്കസുമായി നിരന്തരമായ ബന്ധമുണ്ട്. അവിടെയുള്ള ഒരാളെയെങ്കിലും ഈ യമനിലേക്ക് യാത്രയാക്കി, വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രതിയെ യാത്രയാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ഈ കേസിൽ നമുക്ക് അവിടെ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും. അവിടുത്തെ പണ്ഡിത സഭയ്ക്ക് മുമ്പിൽ അപേക്ഷയുമായി ചെന്നാൽ അവർ നിരാകരിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ MA യൂസഫ് അലി സാർ, അദ്ദേഹത്തെ ഞങ്ങൾ ലോക കേരള സഭ നടക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്ത് പോയി ഈ നിവേദനം നൽകുകയും ഞങ്ങൾ ഈ കേസിൽ ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം അന്ന് തന്നെ ₹1 കോടി ഈ കാര്യത്തിൽ മിഷന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷ മാറ്റിവെച്ച വാർത്ത വന്ന ഉടനെ തന്നെ എന്തൊക്കെയുള്ള ആളുകളാണ്, എന്തെല്ലാം പ്രതികരണങ്ങളാണ്. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം മരിച്ച ചെറുപ്പക്കാരന്റെ ജ്യേഷ്ഠന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ നമ്മുടെ മലയാളികൾ തന്നെ പോയി എവിടെ കൊല്ലണം എന്ന് കമന്റ് ചെയ്യുന്നത് കാണാം. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ അറബിയിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമന്റ് ചെയ്യാൻ പറ്റുന്നവർ അവരെ അങ്ങനെ ആ പോസ്റ്റിനടിയിൽ ചെന്ന് നോക്കും. അതേപോലെ തന്നെ യമനിലെ ചാനലുകളുടെ വാർത്തകൾക്കടിയിൽ ചെന്ന് നോക്കും. മലയാളിയുടെ വിളയാട്ടം കാണാം. ഇതിനുവേണ്ടി 90 വയസ്സിലധികമുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാമുവൽ ജെറോമിന് എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. വധശിക്ഷയ്ക്കുള്ള തീയതി മറ്റൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വരെ നമുക്ക് സമാധാനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വധശിക്ഷ മാറ്റിവെച്ച തീയതി പറയാത്തത് ഏറ്റവും വലിയ ഒരു ആപത്താണ്. അത് ഏത് നേരവും സംഭവിക്കും. നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായിട്ടുള്ള യുവതി യമനിലെ സന എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ്. 6-7 വർഷമായി അവർ തടവനുഭവിച്ചു വരികയാണ്. കേസിലേക്ക് നയിച്ചത് ഒരു യമനി യുവാവിൻ്റെ മരണമാണ്. നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് എംബസിയിൽ നിന്ന് യമൻ പൗരനായ ഒരു വക്കീലിനെ ഈ കാര്യത്തിൽ നിയോഗിച്ച് കിട്ടി. നിമിഷപ്രിയയെ കാണാൻ മകളെയും നിമിഷപ്രിയയുടെ അമ്മയെയും യമനിലേക്ക് അയക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. കൊല്ലപ്പെട്ട യമനി യുവാവിൻ്റെ കുടുംബവുമായി നേരിട്ട് കാണുകയും സങ്കടം പറയുകയും ചെയ്താൽ തീർച്ചയായും ആ കുടുംബത്തിൽ നിന്ന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹമാണ് ദില്ലി ഹൈക്കോടതിയിൽ ഈ കമ്മിറ്റിയുടെ നിയമസഹായ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു കേസ് ഫയൽ ചെയ്തു. നിമിഷപ്രിയ കേസിൽ ഞങ്ങൾ 100 കണക്കിന് ഇമെയിൽ സന്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾക്ക് നൽകുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഒരു മെയിലിന് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഉത്തരം ഞങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടില്ല. ഏത് ഭരണാധികാരിക്കും ഒരു പരാതി, ഒരു നിവേദനം ചെന്നാൽ നിങ്ങളുടെ പരാതി ഇവിടെ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ ആക്ഷൻ ഇന്നതാണ്, ഇത്ര നമ്പർ വെച്ച് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കും എന്ന് ഒരു മറുപടി കിട്ടുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അയച്ച ഒരു സന്ദേശത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു മറുപടിയും വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഒരു കേസിനെ, പ്രവാസികളുടെ വിഷയത്തെ, ലോകത്തെമ്പാടുമുള്ള പ്രവാസികളാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഇത്രയേറെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവാസി സമൂഹത്തിന് ഒരു പരാതി ഉണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ അതിൽ പ്രതികരിക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു ചുമതല ഭരണനിർവഹണക്കാർ കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു സങ്കടവും പരിവേദനവുമാണ് എനിക്ക് മുമ്പിൽ വെക്കാനുള്ളത്. ഏതായാലും നിമിഷപ്രിയ കേസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നൽകിയിട്ടുള്ള അപേക്ഷയെ തുടർന്ന് ഞാനടക്കമുള്ള 4-5 ആളുകളെ യമനിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യമായിരുന്നു സുഭാഷ് ചന്ദ്രൻ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ നിമിഷപ്രിയയുടെ അമ്മയെ വിദേശത്തേക്ക് യമനിലേക്ക് അയക്കാനുള്ള അനുമതി മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയത്. എന്തായാലും അമ്മ ഇപ്പോൾ യമനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ നിമിഷപ്രിയയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ, ആ ആക്ഷൻ കമ്മിറ്റിയുടെ ചെലവിലാണ് അമ്മയെ ഞങ്ങൾ യമനിലേക്ക് അയച്ചത്. യമനിലേക്ക് അയച്ചത് സാമുവൽ ജെറോം എന്ന് പറയുന്ന യമനിൽ ജീവിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന ഒരു തമിഴ് വംശജനായിട്ടുള്ള സഹോദരൻ്റെ കൂടെയാണ് അമ്മ അങ്ങോട്ട് പോയത്. ഇപ്പോഴും ഏതാണ്ട് 1.5 വർഷത്തോടടുക്കാറായിരിക്കുന്നു അമ്മ സാമുവൽ ജെറോമിനൊപ്പം കഴിയുകയാണ്. ഞങ്ങൾ ആ കേസിൽ നിമിഷപ്രിയയുടെ അമ്മയെ അവിടെ എത്തിച്ചത് ആ കുടുംബവുമായി, ആ കുടുംബത്തിലേക്ക് ചെന്ന് സങ്കടം പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നിമിഷപ്രിയയെ ജയിലിനകത്ത് പോയി കാണുക എന്ന ദൗത്യം മാത്രമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. മറ്റൊരു കാര്യവും ആ കുടുംബത്തിലേക്ക് ഈ അമ്മയെ എത്തിക്കാൻ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് സാമുവൽ അമ്മ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് വേണ്ടി ഒരു $4,000 ചെലവ് വരും എന്നാണ്. അന്ന് ഞങ്ങൾ ആക്ഷൻ കൗൺസിലിന് അക്കൗണ്ട് ആരംഭിച്ചിട്ടില്ല, ഫണ്ട് പിരിവ് ആരംഭിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആ അമ്മ പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ
ഈ നെഗോഷിയേഷൻ ചർച്ച അവിടെ കുടുംബവുമായി ബന്ധപ്പെടാൻ $4000 വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൺവീനറായിട്ടുള്ള ജയനാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ ഇതിനായി ഡോളറാക്കി യമനിൽ എത്തിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തറിലുണ്ടായിരുന്ന സംസ്കൃതിയുടെ നേതാവായിരുന്ന ബാബുവേട്ടൻ, അതുപോലെ ഇങ്ങനെ പലരും ചെറിയ ചെറിയ സംഖ്യകൾ സമാഹരിച്ചാണ് $4000 സാമുവിനെ ഏൽപ്പിച്ചത്. അത് നേരിട്ടുള്ള വിനിമയമായിരുന്നു, എംബസി അക്കൗണ്ട് വഴിക്കല്ല പോയത്. ആ $4000 കൊടുക്കുമ്പോഴും ആ കുടുംബവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ചർച്ച നടത്തിയതിൻ്റെയും തെളിവോ സാക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടോ ഞങ്ങളെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ യമനിൽ മറ്റൊരു സാഹചര്യവും നമുക്കില്ലാത്തതുകൊണ്ട്, യമനിൽ ഒരു ഇന്ത്യയുമായി ഒരു നയതന്ത്ര ബന്ധമില്ലാത്തതുകൊണ്ട്, ആർക്കും യമനിൽ പോയി ഒരു കാര്യം അന്വേഷിക്കാനുള്ള ഒരു വേദിയില്ലാത്തതുകൊണ്ട് സാമുവൽ ജെറോൺ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് അമ്മ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചതിന് ശേഷമാണ് അമ്മ അവിടെ എത്തുന്നത്. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചു എന്ന് കേട്ടപ്പോൾ നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ വലിയ ഒരു സംഖ്യ ചിലവാകും. കാരണം ആ സംഖ്യ ചിലവാക്കുന്നത് അവിടെയുള്ള മറ്റ് ഈ പണ്ഡിത സമൂഹത്തെ സ്വാധീനിക്കണം. അങ്ങനെ സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾക്കാണ് $40,000 വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ $4,000 കൊടുത്തതിന് ഒരു കണക്കും തരാത്തതിൻ്റെ ഈർഷ്യയും സങ്കടവും ദേഷ്യവുമെല്ലാം ഉണ്ടായിരുന്നിട്ടും $40,000 കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾ ആരംഭിച്ച അക്കൗണ്ടിൽ $1 പോലും ഉണ്ടായിരുന്നില്ല. പാലക്കാട് സ്റ്റേറ്റ് ബാങ്കിൽ ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള പാറ്റേണായിട്ടുള്ള മൂസമാഷ്, അതുപോലെ നെന്മാറ MLA ആയിട്ടുള്ള ബാബുവേട്ടൻ, ഞാനടങ്ങുന്ന 3 ആളുകളുടെ പേരിലുള്ള ജോയിൻറ്റ് അക്കൗണ്ടാണ് പാലക്കാട്ട് ക്രിയേറ്റ് ചെയ്തത്. ആ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ലാത്ത സമയത്താണ് $40,000 എന്ന സാമുവലിൻ്റെ കണ്ടീഷന് ഞങ്ങൾ കീഴ്പ്പെടുന്നത്. അങ്ങനെ അത് സമാഹരിക്കാൻ എന്തുകൊണ്ട് വഴി എന്നുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ 3 പേരും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകന്മാർ ലൈവായി ലോകത്തെ അറിയിക്കുകയും ആ ലോകത്തെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ സംഖ്യകൾ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു ഓൺലൈൻ മാധ്യമം ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആവശ്യമുള്ള പണത്തിലേക്ക് നാം കമ്മിറ്റി എത്തുകയായിരുന്നു. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന സ്ഥിതി രൂപപ്പെട്ടു. 50 ലക്ഷം രൂപ ആകുന്നതിന് മുമ്പേ ഏതാണ്ട് $20,000 സമാനമായ ഇന്ത്യൻ രൂപ അക്കൗണ്ടിൽ എത്തുമ്പോൾ തന്നെ $20,000 ഞങ്ങൾ അക്കൗണ്ടിലൂടെ, അതായത് MAയുടെ അക്കൗണ്ടിലൂടെ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലൂടെ ഞങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. കാരണം ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലും ഡൽഹി കോടതിയിലുമെല്ലാം ഞങ്ങൾ ശ്രമിക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കിട്ടിയതാണ് ആ അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ $20,000 അയച്ചു കൊടുത്തത്. $20,000 അയച്ചു കൊടുത്തത് 2024 ആദ്യമാണ്. ആ 2024 ആദ്യം ഈ $20,000 അയച്ചു കൊടുത്തിട്ടും എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ചർച്ചയുടെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ലഭ്യമായില്ല. 7 മാസം ഞങ്ങൾ കാത്തുനിന്നു. ഞങ്ങൾ ഈ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അക്കൗണ്ടിൽ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്, എനിക്ക് നിങ്ങളോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്തമില്ല, നിങ്ങളോട് ഞാനൊരു പൈസയും കൈപ്പറ്റിയിട്ടില്ല എന്നിത്യാദിയിലുള്ള വാദങ്ങളാണ് സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അതിനും നിസ്സഹായതയോടെ നിൽക്കുകയല്ലാതെ ഞങ്ങൾക്കതിനൊന്നും റിയാക്ട് ചെയ്യാൻ കഴിയാത്ത ബന്ധനസ്ഥനായ രീതിയിലാണ് ഒരു കമ്മിറ്റി നിലകൊണ്ടത്. അദ്ദേഹം പറയുന്നതിലെ യുക്തിയും അതിലെ ഔചിത്യമില്ലായ്മയും ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല. അവിടെ ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയ ഒരു യമനി പൗരൻ വക്കീലും, അതിന് ഇന്ത്യൻ എംബസിയാണ് അതിൻ്റെ ചെലവ് വഹിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടുള്ള യമനിലെ 2 യമനികളും ചേർന്നുകൊണ്ട്, അവരുടെ പേര് ഞാനിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവർ നടത്തിയിട്ടുള്ള നെഗോഷിയേഷൻ എന്താണ്, കുടുംബത്തിലേക്ക് എത്രമാത്രം അവർ എത്തിച്ചേർന്നു എന്നുള്ളതും ഇപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല. 7 മാസത്തിന് ശേഷം $20,000 അയച്ചു കൊടുത്ത് 7 മാസത്തിന് ശേഷവും വീണ്ടും സാമുവൽ ഇടപെടുന്നത് ബാക്കി ഡോളറിൻ്റെ ആവശ്യത്തിന് $20,000 കൂടി അടിയന്തരമായി കിട്ടണം, അടിയന്തരമായി കിട്ടിയിൽ ഇങ്ങനെയാണ് കമ്മിറ്റി ചർച്ചകൾ ബ്ലോക്കായി പോകുമെന്നൊക്കെ രീതിയിലുള്ള ചില സംസാരമാണ് അദ്ദേഹം നടത്തിയത്. ഇക്കാര്യത്തിൽ കമ്മിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആദ്യത്തെ $20,000 കൊടുത്തതിൽ ഒരു തീരുമാനവും വരാതെ എന്ത് ചർച്ചയാണ് നടന്നത്, കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, കുടുംബം ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ, കുടുംബം നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ക്കുമായി ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഏതെങ്കിലും 2 യമനികളെ ഇരുത്തി ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരവുണ്ടായില്ല. രണ്ടാമത്തെ ഗഡു പണം അയച്ചു. ഞങ്ങളെ പ്രഷർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയല്ല പണം അയക്കുന്നത്. പണം അയച്ചു കൊടുത്ത പണം കിട്ടിയ ആ സെക്കൻഡിൽ, എംബസിയിലേക്ക് പണം ചെന്ന ആ സെക്കൻഡിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ കോർ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഗ്രൂപ്പിൽ നിന്നും സാമുവൽ ജെറോം ലെഫ്റ്റ് അടിച്ചു പോയി. വളരെ നിരാശാജനകവും സങ്കടകരവുമായി ഞങ്ങളെ ഇരുട്ടത്ത് നിർത്തുകയും വെയിലത്ത് നിർത്തുകയും ആക്ഷൻ കമ്മിറ്റിയുടെ ദീർഘമായ 4-5 വർഷക്കാലത്തെ ശ്രമകരമായ ജോലി, ഞങ്ങളുടെ എല്ലാം ജോലിയും സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളോടാണ് ഒരു ദയമില്ലാത്ത മനുഷ്യൻ ഞങ്ങളോട് പെരുമാറിയത് എന്നുള്ള സങ്കടം ഇപ്പോഴും ഞങ്ങൾക്ക് ബാക്കി നിൽക്കുകയാണ്. എന്തായാലും അത്തരം വിവാദ ചർച്ചകളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വസ്തുതയായി നമ്മൾ സംസാരിക്കാൻ വേണ്ടി നാം തയ്യാറാകണം. വസ്തുതയായി ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാണ്. ഒരു തുള്ളി വേർപ്പ് ഈ $40,000 സമാഹരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാത്ത ആളുകൾ ഇപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ വലിയ ആളുകളായിട്ട് മീൻ നടിച്ച് അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ചില ആളുകൾ ഈ മിഷൻ തന്നെ പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം
നമ്മുടെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ 16-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസമാണ് അത് 16-ാം തീയതി നടക്കുമെന്നുള്ള ഉത്തരവ് കിട്ടിയത്. ആ ഉത്തരവ് ലഭിക്കുമ്പോൾ ഈ നാട്ടിലായിരുന്നു സാമുവൽ ജെറോം. അദ്ദേഹം ഓടിപ്പിടിച്ച് യമനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ ഓടിപ്പിടിച്ച് പോയ പോക്കിലാണ് അദ്ദേഹം പലതും ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ. അതിനെയും ഞങ്ങൾ നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു വസ്തുത അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ $40,000 ചെലവഴിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകണം. അദ്ദേഹം അപ്പോഴും നമ്മളോട് പറയുക, നിങ്ങൾ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്, സാമൂലാണ് പണം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പണം അയച്ചത് എംബസിക്കാണെങ്കിലും അതിൻ്റെ കൈമാറ്റം ആര് മുഖേനയാണ് നടക്കേണ്ടത്? തീർച്ചയായും സാമൂൽ അറിയാതെ ആ പണത്തിൻ്റെ കൈമാറ്റമോ വിനിമയമോ നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഞങ്ങളോട് കാണിക്കേണ്ടതല്ലേ? എല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഇതിനിടയിൽ പല തരത്തിൽ കേരളത്തിൽ അങ്ങോളം കഴിഞ്ഞ ഒരു വർഷം 2024-ഉം 2023-ഉം എല്ലാമുള്ള വർഷം 2022 വർഷം, ഈ വർഷത്തിൽ കേരളത്തിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമീപിക്കാത്ത രാഷ്ട്രീയക്കാർ കേരളത്തിലില്ല. കേട്ടില്ലേ? ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൃത്യമാണ്, അവൻ പൈസ മാത്രമാണ് ഉദ്ദേശിച്ചത്. ക്രിസംഗിയുടെ സ്വഭാവം ഇതായിരുന്നു. ഇന്നലെ ചാടിയ ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇവന് വെപ്രാളമായി പോയി കാന്തപുരം ഉസ്താദ് ക്രെഡിറ്റ് കൊണ്ടുപോകുമോ. അതുമാത്രവുമല്ല, ഏതെങ്കിലും കാസ ടീം അവനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയാൻ വേണ്ടി തൽക്കാലം ജനൻ TV പോലുള്ള സംഗീത ചാനലുകൾക്ക് അത്യാവശ്യം റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇത് കള്ളമാണ്, അദ്ദേഹം ഇടപെട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനിയും കാന്തപുരം ഇടപെടരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടി മരണപ്പെടാനുള്ളതാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ തെണ്ടിക്ക് തന്നെ കൊടുക്കുകയും വേണം. രക്ഷപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല അവന്മാർ സമ്മതിക്കുമെന്ന്. ഇനിയും അത്രത്തോളം അവഹേളിക്കപ്പെട്ടു. ഈ കമ്മ്യൂണിറ്റിയായിട്ട് അവഹേളിക്കുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ നിന്നുള്ള ഗുണഭോക്താക്കളായ നമ്മുടെ തന്നെ പൗരന്മാരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവാണ്. ആ ബോധമില്ലാതെ ഒരു കാര്യവുമില്ലാതെ കിടന്ന് താളം ചവിട്ടുന്ന നാറികൾക്ക് ഒന്നും പറയാനില്ല. നല്ല ചെരുപ്പടിയാണ് കൊടുക്കേണ്ടത്. ഏതായാലും ആദ്യമല്ലേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമെന്നുള്ളത്. ആ പ്രതീക്ഷയൊക്കെ തീർന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ആ പെണ്ണ് വധിക്കപ്പെടാം. കാരണം ചെറിയ കുട്ടികൾ മാറി നിൽക്കും. അതായത് അവിടുത്തെ സഹോദരൻ ഉൾപ്പെടെ, തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള യുവതലമുറയാണ് മാറി നിൽക്കുന്നത്. മുതിർന്നവരെ അനുസരിക്കില്ല എന്നല്ല, അവർ വല്ലാണ്ട് ഹാഷാകും, വല്ലാണ്ട് അവർ വയലൻ്റാണ്. തീർച്ചയായിട്ടും അവരെ പെണ്ണിനെ വെറുതെ വിടത്തില്ല. അതിൻ്റെ റീസൺ നമ്മൾ തന്നെയാണ്. കുറേ അധികം മനുഷ്യർ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയതിൻ്റെ ഒരു ഫലമാണ് അത്. അതിൽ പ്രത്യേകിച്ച് സാമുവൽ എക്സലൻറ്റ് പ്ലേ ആണ്. ഭയങ്കര സൂപ്പറാണെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. സൂപ്പറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയും സമയമുണ്ട്, നോക്കാം എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എല്ലാവരും നിർദ്ദേശിച്ചു. എനിക്ക് തോന്നുന്നില്ല കാന്തപുരം ഇനി ഇതിനകത്ത് ഇടപെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അവഹേളനം നേരിട്ടിട്ട് ഇനിയും പോയി അതിനകത്ത് തലവെച്ച് കൊടുക്കാൻ ബുദ്ധിയുള്ള ഒരാൾ ശ്രമിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ മുകളിൽ മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ നടത്തിയാൽ ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം, അത് വേറൊരു വാഴയാണ്, ആരെന്നറിയില്ല, ആരിഫ് KUNNMO എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല. അദ്ദേഹത്തിന് അവിടെ വേറെ എന്തര റിലേഷൻ ആണെന്നൊക്കെയാണ് എൻ്റെ കണ്ടുപിടുത്തം. എൻ്റെ തലയ്ക്ക് ഒരു ഇടി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഡോൾ ന്യൂസിലാണ് ഈ പറഞ്ഞ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണരൂപം അവിടെ പോയാൽ കാണാം. വളരെ സ്ലോ ആയിട്ട് പറയുന്നുണ്ട്, ഒത്തിരി ലാഗിങ് ആവുമെന്നുള്ളതുകൊണ്ട് ഞാനതിവിടെ പ്ലേ ചെയ്യുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. പലർക്കും എന്നോടൊരു പിണക്കമുണ്ടാകാം. ഒരു പെൺകുട്ടി മരണപ്പെടുന്നതിനോട് വളരെ താല്പര്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു പെൺകുട്ടിയാണ് എന്ന് കരുതി, 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ എന്നോട് പറയരുത്. എനിക്കും ചില നിയന്ത്രണങ്ങളുണ്ട്. ഞാൻ ഈ 2 പേരുടെ ഭാഗത്തുമില്ല. ഇപ്പോൾ പൈസ കൊടുത്ത് റിലീസായി വരുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ആളുടെ ഭാഗത്തുമില്ല, ഈ പെണ്ണിൻ്റെ ഭാഗത്തുമില്ല. മനഃപൂർവ്വമായ നരഹത്യ തന്നെയാണിത്. മനഃപൂർവ്വമല്ലാതെ അല്ല. അവർ 2 പേരും അറിഞ്ഞ് ചെയ്തതാണ്. അതിനകത്തൊന്നും പറയാനില്ല. എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പൊതിഞ്ഞു പിടിച്ച് പറയാൻ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ക്ഷമിക്കുമല്ലോ. താങ്ക് യു.